ശബരിമല നമ്മൾ കരുതുന്നത് പോലെയല്ല, വലിയൊരു വിഷയമാണ് അത്. സ്പിരിച്വലി, വൈകാരികമായി അങ്ങനെ വലിയൊരു തലത്തിൽ നിൽക്കുകയാണ് ശബരിമല അയ്യപ്പൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം. മലയാളികളെ എന്നല്ലെങ്കിൽ ഭക്തരെ സംബന്ധിച്ചിടത്തോളം. അത് അത്തരത്തിലൊരു നടപടിയിലേക്ക് പോകാൻ സാധിച്ചില്ല എങ്കിൽ ഈ അയ്യപ്പ സംഗമത്തിന് ശേഷം ലഭിച്ച ചില സാമുദായിക നേതാക്കളുടെയൊക്കെ തന്നെ പിന്തുണ പോലും പിന്നീട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കും കൂടി പോകാനുള്ള സാധ്യതയുണ്ടോ? പൂർണ്ണമായും ഒരു തിരിച്ചടി കൂടി തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അങ്ങനെയാണെങ്കിൽ നേരിടാനുള്ള സാധ്യത എത്രത്തോളമാണ്? അങ്ങനെ ഒരു സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇപ്പോൾ ശ്രീ കൂടുതലാണ്. വെള്ളാപ്പള്ളി നടേശനാണെങ്കിലും കൂടുതലാണ്. വെള്ളാപ്പള്ളി നടേശനാണെങ്കിലും സുകുമാരൻ നായരാണെങ്കിലും ഒക്കെ താൽക്കാലികമായിട്ട് അയ്യപ്പ സംഘവുമായിട്ട് സഹകരിച്ചു. പിണറായി സർക്കാരിന് ഭാഗികമായ പിന്തുണ വാഗ്ദാനം ചെയ്തുള്ളത് ശരിയാണ്, അത് അനിഷേധ്യമാണ്. അങ്ങനെയാണല്ലോ കോൺഗ്രസ് വല്ലാതെ ഡിഫൻസിലായത്. പക്ഷേ ഇതുപോലൊരു വിഷയത്തിൽ ഈ ശബരിമലയിൽ നിന്ന് സ്വർണം പൊട്ടിച്ച കേസിൽ വെള്ളാപ്പള്ളി നടേശന് സർക്കാരിനെ പിന്തുണയ്ക്കാൻ പറ്റുമോ? ഉദ്യോഗസ്ഥന്മാരെ പിന്തുണയ്ക്കാൻ പറ്റുമോ? സുകുമാരൻ നായർക്ക് പറ്റുമോ? ആർക്കെങ്കിലും പറ്റുമോ? ഏതെങ്കിലും സമുദായ സംഘടനയുടെ ഏതെങ്കിലും നേതാവിന് സർക്കാർ ചെയ്യുന്ന നല്ല കാര്യമാണ്, സ്വർണ്ണമല്ലേ, അതുകൊണ്ട് മനുഷ്യർക്ക് ഉപകാരമില്ലാത്തതല്ലേ, കൊണ്ടുപോകുന്നവർ കൊണ്ടുപോകട്ടെ, നന്നാവട്ടെ എന്ന് വിചാരിക്കാനുള്ള ഒരു നിലപാടെടുക്കാൻ പറ്റില്ല. ഉള്ളിൽ അങ്ങനെ വിചാരിച്ചാലും പുറമേക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് അവിടെയുണ്ട്. അപ്പോൾ അത് ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ഏത് സമുദായ സംഘടന നേതാവിനായാലും പ്രവർത്തിക്കാൻ പറ്റൂ. അത് NSSനും SNDPക്കും മാത്രമല്ല, കത്തോലിക്ക സഭയ്ക്കും കാന്തപുരത്തിൻ്റെ ജംഇയ്യത്തുൽ ഉലമയ്ക്കും പോലും ഈ കളവിനെ ന്യായീകരിക്കാനോ നിസ്സാരീകരിക്കാനോ പറ്റുകയില്ല. കാരണം ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വളരെ കൂടുതലാണ് എന്നുള്ളതുകൊണ്ട്.